അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇങ്ങനെയുള്ള AI ജനറേഷൻ ഫോട്ടോസ് എങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. അതിന് നമ്മൾ ഫസ്റ്റ് നമ്മളെ ക്രോം കയറി ഇവിടെ സെർച്ച് ചെയ്ത് കൊടുക്കാം. ഓപ്പൺ ആർട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് നമ്മളെ ഫസ്റ്റത്തെ ലിങ്ക് തന്നെ, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത് ഒരു ഫ്രീ ആയി ഇമേജ് ജനറേറ്റർ ആപ്പാണ് കേട്ടോ. അതിന് പെയ്ഡ് അല്ല, ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാം. ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ക്രിയേറ്റ് ഇമേജ് പോയി ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നിങ്ങൾ കാണാം കസ്റ്റം സെറ്റിംഗ്, മോഡൽ ഓഫ് ക്യാരക്ടേഴ്സ്, പ്രോംപ്റ്റ്, ഇപ്പം അങ്ങനെ കുറേ കാണാം. നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അവിടെ മോഡൽ ഓഫ് സെറ്റിംഗ് ഏതാ വേണം, അനിമേ സ്റ്റൈലാണോ, വൈബ്രന്റ് ഫാൻറ്റസി ആണോ, പോർട്രേറ്റ് ആണോ നോക്കിയിട്ട് ഏതോ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ വൈബ്രന്റ് ഫാൻറ്റസി എടുക്കുന്നു. എന്നിട്ട് ഇവിടെ നമ്മൾ സെർച്ച് ചെയ്ത് കൊടുക്കണം. ബ്യൂട്ടിഫുൾ എന്ന് പറയുമ്പോൾ തന്നെ വുമൺ കൊടുക്കല്ലേ. വുമൺ ഇൻ സ്വിമ്മിങ് സൂട്ട് കൊടുക്കല്ലേ. സൂട്ട് വാക്കിംഗ് ഇൻ ദ വുഡ്സ് കൊടുക്കല്ലേ. വാക്കിംഗ് ഇൻ ദ വുഡ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നോക്കാം എന്താ വരുന്നതെന്ന്. നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു പെൺകുട്ടി വുഡ്സിൻ്റെ ഇടയിൽ കൂടെ മരങ്ങളുടെ ഇടയിൽ കൂടെ നടക്കുന്നതാണ്. ഇത് സ്വിമ്മിങ് ഡ്രസ്സിൽ നോക്കുക എന്താ വരുന്നതെന്ന്. ഇത് രണ്ട് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് വരുന്നത്. ഇതാവുന്നു. ഓക്കെ, കറക്റ്റാണ്. ഗേൾ വാക്കിംഗ് ഇൻ ദ വുഡ്സ് വിത്ത് സ്വിമ്മിങ് ഡ്രസ്സ്. ഓക്കെ, രണ്ടും സെയിം തന്നെ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് വേറെ എന്തെങ്കിലും ടൈപ്പ് ചെയ്തൊക്കാം. വുഡ്സ് മാറ്റിയിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും കൊടുത്തു നോക്കാം. മാറ്റിയിട്ട് ഇതിന് നിങ്ങൾക്ക് ക്യാരക്ടേഴ്സ് വീഡിയോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. 7 days ആണ് ഫ്രീ ട്രയൽ. അത് കഴിഞ്ഞാൽ പെയ്ഡാണ്. ഇപ്പോൾ 7 days വരെ നിങ്ങൾക്ക് എത്ര വേണോ അത്ര ക്രിയേറ്റ് ചെയ്യുന്നതാണ്. വേറെ എന്തെങ്കിലും കൊടുത്തു നോക്കാം. വാക്കിംഗ് ഇൻ ദ സ്കൈ എന്ന് കൊടുത്തു നോക്കാം. സ്കൈയിൽ നിന്ന് കൊടുത്തു. പെൺകുട്ടി ആകാശത്തിലൂടെ നടക്കുന്ന കൊടുത്തിരിക്കുന്നത് ഇമ്പോസിബിൾ ആണ്. എന്നാലും ഇമേജ് ജനറേറ്റ് ആവുന്നത് എന്താ ഏറ്റവും ക്രിയേറ്റ് ചെയ്യാനൊക്കെ സിമ്പിൾ ആയിരിക്കും. നോക്കി നോക്കുക എന്താ വരുന്നതെന്ന്. ഇത് എല്ലാം ഓൾമോസ്റ്റ് സെയിം ഇമേജിന്റെ രണ്ടെണ്ണത്തിൽ വന്നിരിക്കുന്നത്. ഓക്കെ, വാക്കിംഗ് അല്ല, ഫ്ലൈയിങ് ആണ്. ഓക്കെ 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 അതിൽ ഡ്രസ്സിന്റെ കളർ മാറിയിട്ടുണ്ട്. വേറെ വലിയ ചേഞ്ച് ഒന്നുമില്ല, സെയിം തന്നെയാ. ഡ്രസ്സിന്റെ കളർ മാത്രം കുറച്ച് ക്ലൗഡ്സ് വന്നിട്ടുണ്ട് അതിൽ, ഇത്ര മാത്രമുള്ള വ്യത്യാസം. വേറെ എന്തെങ്കിലും കൊടുത്തു നോക്കാം. റോബോട്ട് കിഡ് ഡാൻസിങ് ഇൻ ദ ബീച്ച് അങ്ങനെ കൊടുത്തു നോക്കിയാ എന്തായാലും നോക്കിയോക. ഒരു റോബോട്ട് കിറ്റ്, ഒരു റോബോട്ട് കുട്ടി ബീച്ചിൽ ഡാൻസ് കളിക്കാന്നാണ് കൊടുത്തിരിക്കുന്നത്. നോക്കാൻ എന്താ വരുന്നതെന്ന്. ഇതെല്ലാം ഓൾമോസ്റ്റ് സെയിം തന്നെ വന്നിരിക്കുന്നത് രണ്ട് ഇമേജും. ഇതിൽ മാത്രം ഒന്ന് ഡ്രസ്സിന്റെ കളർ മാറി, ഇതിൽ കുറച്ച് ഷേപ്പ് മാറിയിരിക്കുന്നത്, ഇതിൽ ആംഗിൾ മാറിയിരിക്കുന്നത്, ഇതിലും ആംഗിൾ മാറിയിരിക്കുന്നത്. ഓക്കെ, റോബോട്ട് കിറ്റ് വന്നിരിക്കുന്നത്. ഇത് റോബോട്ടാണ്. ഓക്കെ, ബീച്ചിൽ ഡാൻസ് കളിക്കണം അതൊക്കെയാണ്. ഇത് ഡിഫറൻസ് ഉണ്ട്. ഇത് രണ്ടും വേറെ വേറെയാ. നമുക്ക് റോബോട്ട് കിറ്റ് മാറ്റിയിട്ട് വോൾഫ് എന്നാക്കി കൊടുത്തു നോക്കാം. വോൾഫ് ഡാൻസിങ് ഇൻ ദ ബീച്ച് വിത്ത് എ വുമൺ കൊടുത്തു നോക്കാം. എന്തായാലും നോക്കിയേക്കാം. ഒരു റോബോട്ട് വോൾഫ് ചെന്നായ ബീച്ചിൽ ഒരു സ്ത്രീയുമായി ഡാൻസ് കളിക്കുന്നു അങ്ങനെ കൊടുത്തിരിക്കുന്നത്. എന്താ വരുന്ന നോക്കി നോക്കാം. അതിപ്പോൾ ഇത്രയും ക്രിയേറ്റ് ചെയ്തതിൽ ഇത് മാത്രമേ ഡിഫറൻസ് വന്നിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് സെയിം തന്നെയാ. വന്നു. ഇത് അടിപൊളിയാണ്. ഓക്കെ, വോൾഫ് ഡാൻസിങ് ഇട്ടേകൾ അത് അടിപൊളിയായിട്ടുണ്ട്. സെയിമാണ്, സിഗകൾ മാത്രം മാറിയിരിക്കുന്നത്. വോൾഫ് സെയിമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഇനി നമുക്ക് ഈ പ്രോംപ്റ്റ് എങ്ങനെ ജനറേറ്റ് ചെയ്യാതെ അത് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അതിന് സിമ്പിളായിട്ട് നമ്മൾ
ക്രോമിൽ തന്നെ പോയിട്ട് ക്ലിപ്പ് ഇൻട്രഗേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇതവിടെ വന്നു, അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ ഫസ്റ്റത്തെ തന്നെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റത്തെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇതും ഫ്രീ സോഫ്റ്റ്വെയർ തന്നെയാണ്, ഫ്രീ ആയിട്ട് തന്നെയാണ്. ഇവിടെ നമ്മളൊരു ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ എളുപ്പമുള്ള ഇമേജ് സ്പൈഡർമാൻ്റെ ഇമേജാണ്, അപ്ലോഡ് ചെയ്ത് കൊടുത്തിരുന്നു. എന്നിട്ട് നമുക്ക് ഫാസ്റ്റ് കൊടുക്കാം. അവിടെ ഏത് കൊടുത്ത എല്ലാത്തിനും സെയിം തന്നെയാണ്, ഏകദേശം സെയിം തന്നെയാണ്, എന്നാലും ഫാസ്റ്റ് കൊടുത്തിരുന്നു. സബ്മിറ്റ് കൊടുക്കുക. എന്താണ് പ്രോംപ്റ്റ് ആണ്, ഈ ഇമേജിൻ്റെ പ്രോംപ്റ്റ് എന്താണെന്നാണ് ഇവിടെ വരാൻ പോകുന്നത്. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എന്താ ടൈപ്പ് ചെയ്ത് കൊടുക്കുക? സ്പൈഡർമാൻ സിറ്റിംഗ് ഇൻ ദ ഡാർക്ക്. അത്ര ടൈപ്പ് ചെയ്യാൻ അറിയുള്ളൂ. ഇതിലെന്താ വരുന്നത് നോക്കി നോക്കാം. ഓക്കെ, ഇതാ വന്നിട്ടുണ്ട്. സ്പൈഡർമാൻ സിറ്റിംഗ് ഇൻ ദ മിഡിൽ ഓഫ് ദ സ്പൈഡർ വെബ്, ഹൈലി ഡീറ്റെയിൽഡ് സ്പൈഡർമാൻ തന്നെ 2-3 പ്രാവശ്യം വന്നിരിക്കുന്നത്. മാൻ സ്പൈഡർ എന്ന് വന്നിരിക്കുന്നത്. സ്പൈഡർമാൻ മാർവൽ ആർട്സ്. ഓക്കെ, മാർവൽ ആർട്സ് എന്ന് പറഞ്ഞത് ഡിസൈൻ 4K എന്നൊക്കെ വന്നിരിക്കുന്നത്. മാർവൽ സൂപ്പർ ഹീറോ വന്നിരുന്നത്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് ഇതിൽ കാണിക്കുന്നത്. എന്നാലും ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എങ്ങനെ കൊടുക്കാമെന്ന്. ഇതിൻ്റെ ഷോർട്ടാക്കിയിട്ട് നമ്മൾ കൊടുത്താൽ മതി, അപ്പോൾ തന്നെ കിട്ടുന്നതാണ്. നമുക്ക് ഇനി വേണമെങ്കിൽ സ്പൈഡർമാൻ്റെ ഒന്ന് നോക്കി നോക്കാം. സ്പൈഡർമാൻ സിറ്റിംഗ് ഇൻ ദ മിഡിൽ ഓഫ് ദ സ്പൈഡർ വെബ് അടിച്ചു നോക്കി നോക്കാം. അവിടെ സ്പൈഡർമാൻ സിറ്റിംഗ് ഇൻ ദ മിഡിൽ ഓഫ് ദ സ്പൈഡർ വെബ് റൂം എന്ന് കൊടുത്ത് നോക്കാം. അതായത് ജനറേറ്റ് ചെയ്ത് നോക്കാം എന്താ വരുന്നത്. അതിൽ കാണുമ്പോൾ തന്നെ വരുന്നുണ്ട് നോക്കാം. ഞാൻ അത്ര ക്ലിയർ ആയിട്ട് അടിച്ചില്ല, എനിക്ക് മനസ്സിലായത് എങ്ങനെയാണ് അങ്ങനെ അടിച്ചിരിക്കുന്നത്. നോക്കി നോക്കാം. വോൾഫ് റോബോട്ടും ഈ റോബോട്ടും നല്ല രസമുണ്ട്. ബാക്കിയൊന്നും ഇത്ര എനിക്ക് ഇഷ്ടമായില്ല. ഇതൊക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഇതൊക്കെ നമ്മൾ കുറെ കണ്ടിട്ടുള്ള ഇമേജുകളാണ് തോന്നുന്നത്. ഓക്കെ, സ്പൈഡർമാൻ്റെ ഒരെണ്ണം വന്നിരിക്കുന്നത്. ഓക്കെ, സ്പൈഡർമാൻ മിഡിൽ ഓഫ് ദ വെബ് ഓക്കെ ആണ്. മറ്റേ എങ്ങനെ വന്നിട്ട് നോക്കാം. സെയിം ഇമേജ് ആണ്, പൊസിഷൻ മാത്രം മാറിയിട്ടുള്ളൂ, ആംഗിൾ മാത്രം മാറിയുള്ള ഫോട്ടോയാണ്, സെയിം തന്നെയാണ്. ഇതിൽ നമുക്കൊരു 5 ആക്കി വെക്കാം. എൻജോയ് ദ ഫോർ ഇമേജ് വിത്ത് മോർ. അതിന് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യണം തോന്നുന്നു. 4 ഇമേജ് മാത്രമേ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. 4 കൊടുത്ത് നോക്കാം. ഓൾറെഡി 2 വന്നിരിക്കുന്നത്, ഇതന്നെ പിന്നെയും വരുന്ന തോന്നുന്നേ. നോക്കി നോക്കാം. ഇപ്പോൾ പ്രോംപ്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ എല്ലാവർക്കും മനസ്സിലായില്ലേ? പ്രോംപ്റ്റ് നമ്മൾ എന്ത് ഇമേജ്, ഏതെങ്കിലും ഒരു ഇമേജ് എടുത്ത് അതിലെ ക്ലിപ്പ് ഇൻട്രഗേറ്റർ പോയിട്ട് നമുക്ക് നോക്കി നോക്കിയാൽ മതി. വായിച്ചു നോക്കുമ്പോൾ തന്നെ അപ്പോൾ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണാനായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും. എന്നിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്തിട്ടാൽ ഞാൻ ഇടുന്ന ലേറ്റസ്റ്റ് വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് വരുന്നതാണ്. ഓൾമോസ്റ്റ് എല്ലാം സെയിം.